മാഡം, ചക്കിമോളിപ്പോ എങ്ങനെ ഇരിക്കുന്നു? അമ്മയില്ലാത്ത ഒരു അനാഥ കുട്ടി എത്ര കാലം ഇങ്ങനെ വല്ലവരെ വീട്ടിൽ കഴിയും? അങ്ങനെ പറയല്ലേ മാഡം. മിഥുൻ ആ കുട്ടിയുടെ അച്ഛനൊന്നുമല്ലല്ലോ, അവളുടെ സ്വന്തം ഫാമിലിയും അല്ല അത്. ഇതുവരെ ആ കൊച്ചാ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും അവളൊരു അനാഥ തന്നെയല്ലേ. അറ്റ്ലീസ്റ്റ് അതിന്റെ അമ്മ ആരാണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് മതിയായിരുന്നു. അതിരിക്കട്ടെ, ചക്കിയുടെ അമ്മയുടെ വല്ല വിവരവും കിട്ടിയായിരുന്നോ? ഞങ്ങള് മംഗലാപുരത്തേക്ക് വന്നെന്ന് അവരൊരു കാറിൽ പോകുന്നത് കണ്ടിരുന്നു. സത്യാണോ? പക്ഷേ ഇറങ്ങിച്ചെല്ലുന്നതിന് മുൻപ് കാറങ്ങ് പോയി മാഡം. പിന്നെ ഇതുവരെ കണ്ടിട്ടുമില്ല. ഒരു കുഞ്ഞിനെയും പറ്റി വല്ലവരെ വീട്ടിലിട്ടേച്ച് അവർ AC കാറിൽ കയറി അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഭാസ്കർ, അവര് തന്റെ സ്വന്തം അനുജത്തി അല്ലെന്നല്ലേ താൻ പറഞ്ഞേ? അല്ല മാഡം. അപ്പോ അവരെങ്ങനെ പരിചയപ്പെട്ടെ? ആതിരപ്പള്ളി ബസ് ആക്സിഡന്റില്ല മാഡം. ഇന്നലെ വൈകിട്ട് മംഗലാപുരത്തു നിന്നും ആതിരപ്പള്ളിയിലേക്ക് പുറപ്പെട്ട ബസ് മാർഗമധ്യേ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടു. ആതിരപ്പള്ളി ബസ് ആക്സിഡന്റ് അതെപ്പോഴാ സംഭവിച്ചേ? ഏകദേശം പറഞ്ഞ ഒരു 5 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. മൂന്ന് പേരുടെ ജീവൻ അപകടപ്പെട്ടിട്ടുണ്ട്. മരിച്ചവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്രകാരമാണ്. 24 വയസ്സുള്ള മേഘന നന്ദൻ. മൃതദേഹങ്ങൾ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആ ആക്സിഡന്റ് നടന്നപ്പോ എന്റെ വൈഫ് ആ ബസ്സിനകത്തുണ്ടായിരുന്നു. അവളെ രക്ഷിക്കുമ്പോഴാണ് ഇവക്ക് പരിക്ക് പറ്റിയത്. അതുകൊണ്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോയതും ചികിത്സിച്ച് രക്ഷിച്ചതും ഒക്കെ. ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം പിന്നെ കുറെ കാലം അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ കാണാൻ എങ്ങനെയിരിക്കും? അങ്ങനെയൊക്കെ ചോദിച്ചാല് 5 വർഷത്തിന് മുൻപ് നിങ്ങൾ മൂന്നാർ എസ്റ്റേറ്റിലേക്ക് വന്നിരുന്നില്ലേ? അന്ന് അവളുടെ സീമന്തത്തിന് നിങ്ങൾ വന്നിരുന്നു. അന്ന് ആ പ്രദേശത്തെങ്ങും കറണ്ടില്ലായിരുന്നു. ഇരുട്ടായത് കൊണ്ടായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നത്. പിന്നീട് പ്രസവവേദന വന്നപ്പോൾ ആശുപത്രി കൊണ്ടുപോയത് നിങ്ങളല്ലേ? അവരെ കുറിച്ചുള്ള മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ? അതറിയില്ല മാഡം. ഇതിൽ കൂടുതലൊന്നും അവളും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയിരുന്ന ചായ പോലെ തന്നെയുണ്ടല്ലോ. സോറി മാഡം, അവൾ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കാറില്ല. നിമിഷ നേരം വെറുതെ ഇരിക്കാറുമില്ല. എന്റെ മരുമോൾ ഇതുപോലെ തന്നെയാ. അവൾ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കാറുള്ളത്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. മാഡം, എന്റെ ക്വാർട്ടേഴ്സ് എത്തി. ഞാൻ ഇറങ്ങിക്കോട്ടെ? അതെ, വണ്ടി അങ്ങോട്ടൊന്ന് ചവിട്ടിക്കേ. മാഡം, ഞാൻ പോയിട്ട് വരാം മാഡം. അങ്ങനെയാണെങ്കിൽ ഈ ഭാസ്കരന്റെ ഭാര്യയെ മേഘനയാണോ രക്ഷിച്ചത്? ഭാസ്കരന്റെ വീട്ടിൽ താമസിച്ചിരുന്നത് മേഘന തന്നെയായിരിക്കോ? സീമന്തം നടന്ന അന്ന് അവളുടെ മുഖം ശരിക്കും കാണാനായില്ല. കണ്ടിരുന്നെങ്കിൽ അന്ന് തന്നെ അവളെ ഞാൻ ചവിട്ടി കൂട്ടിയനെ. അതിരപ്പള്ളി ബസ് ആക്സിഡന്റ് 5 വർഷം മുമ്പാ സംഭവിച്ചത്. എല്ലാം മാച്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ മേഘന തന്നെയാണോ ചക്കിയുടെ അമ്മ? ഈ മോൾക്ക് എന്റെ മരുമകളുടെ അതേ ചായയാണല്ലോ. ആ മൂക്കും ചുണ്ടും അവളെ പോലെ തന്നെയുണ്ട്.
അപ്പൊ മേഘനയുടെ മോളെയാണോ മിഥുൻ എടുത്തു വളർത്തുന്നത്? സ്വന്തം കുഞ്ഞിനെ അവൻ പോലും അറിയാതെ ദത്തെടുത്ത് വളർത്തുകയാണ് അവൻ. ഈശ്വര, ഇതൊക്കെ എന്റെ സംശയങ്ങൾ മാത്രമായിരിക്കണേ, സത്യമായിരിക്കരുത്. സത്യമാണെങ്കിൽ ചിക്കു, അതങ്ങനെയല്ല ചിക്കു. ഇതുപോലെ തന്നെ അവിടെ എഴുതാൻ നോക്കിയേ. അല്ല അമ്മ, ഇത് ഇങ്ങനെ എഴുതണ്ടേ? ഞങ്ങളുടെ ചാരു മിസ് ഇങ്ങനെയാ പഠിപ്പിച്ചു തന്നത്. അതിനുശേഷം എന്റെ ചേച്ചി ഞങ്ങളെ കൈവെള്ളയില കൊണ്ട് നടന്നത്. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് മേഘന ചേച്ചി ഞങ്ങളെ വളർത്തി വലുതാക്കിയത്. ചേച്ചി ഉണ്ടായിരുന്നപ്പോ ഒരു ധൈര്യമായിരുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും ഒരിക്കലും ഞങ്ങൾ പേടിച്ചിരുന്നുമില്ല. പക്ഷെ എന്റെ മേഘന ചേച്ചി ഞങ്ങളെ വിട്ടു പോയതിനു ശേഷം തനിച്ച് ജീവിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. ലോകം മുഴുവൻ ആൾക്കാരുണ്ടെങ്കിലും ഞാൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നി. ചിക്കു, നിങ്ങളുടെ ചാരു മിസ് പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു തരുമോ? ഒത്തിരി നന്നായി പഠിപ്പിച്ചു തരും അമ്മേ. എനിക്ക് നിങ്ങളുടെ മിസ്സിനോട് ഒന്ന് സംസാരിക്കണമല്ലോ ചിക്കു. ഞങ്ങളുടെ മിസ്സിനോട് അമ്മ എന്ത് സംസാരിക്കാനാ? നീ എങ്ങനെയാണ് ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടോന്നൊക്കെ ഒന്ന് ചോദിച്ചറിയണ്ടേ? ഞാൻ നന്നായിട്ട് തന്നെയാ അമ്മയെ പഠിക്കുന്നേ. വേണമെങ്കിൽ അമ്മ തന്നെ മിസ്സിനോട് ചോദിച്ചു നോക്കിക്കോ. ഫോണിങ്ങിതാ, ഞാൻ വിളിച്ചു തരാം. എന്നാ ഹലോ. ഹലോ ചാരു മിസ്. ആരാ സംസാരിക്കുന്നത്? ഞാനാ മിസ് ചിക്കുവാ. ഓഹോ, ചിക്കുവോ? എന്താ മോനെ ഈ സമയത്ത് വിളിക്കാൻ? എന്റെ അമ്മയ്ക്ക് മിസ്സിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കണമെന്നോ? അതെ ചാരു മിസ്. ശരി, എന്നാ കൊടുക്ക്. ഹലോ. ഹലോ. ഹലോ, കേക്കുന്നുണ്ടോ? ഹലോ. ഹലോ. ആരാ സംസാരിക്കുന്നത്? ഞാൻ ചിക്കുന്റെ അമ്മയെ സംസാരിക്കുന്നത്. നിങ്ങളുടെ വോയിസ് നല്ല പരിചയമുള്ളതുപോലെ തോന്നുക. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ വോയിസ് ആണെന്ന് സംശയം തോന്നിപ്പോയി. പറയൂ മാഡം. ചിക്കു നന്നായിട്ട് പഠിക്കുന്നുണ്ടോ മാഡം? അവൻ മിടുക്കനാണ് മാഡം. നല്ല ഗ്രാസ്പിംഗ് പവറാ. ഒരു വട്ടം പറഞ്ഞു കൊടുത്ത അവന് മനസ്സിലാവും. എന്റെ ക്ലാസ്സിലുള്ളവരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റുഡന്റ് അവൻ. ഓ, എനിക്ക് ഒത്തിരി സന്തോഷമായി. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ മാഡം? വേറൊന്നുമില്ല മാഡം.
ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. ആയിക്കോട്ടെ മാഡം. ചാരു ടീച്ചറിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അമ്മേ. പാവം ടീച്ചറിന് ആരുമില്ല, അറിയോ? തനിച്ചാ താമസിക്കുന്നേ. പാവല്ലേ അമ്മേ ചാരു മിസ്. ചാരു മിസ്സിന് മിസ്സിന്റെ ചേച്ചിയോട് ഒത്തിരി ഇഷ്ടം, അറിയോ? ആ ചേച്ചിയും മിസ്സിനെ ഇട്ടേച്ച് പോയെന്ന് മിസ്സിന്റെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞതാ. ചിക്കു, നീ നിന്റെ ടീച്ചറിന്റെ വീട്ടിൽ പോയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ടീച്ചറിന്റെ വീട് എവിടെയെന്നറിയോ? അറിയാം അമ്മേ, സ്കൂളിന്റെ അടുത്ത് തന്നെയാ. അവിടെ ലാവൻഡർ സ്ട്രീറ്റ് ഉണ്ടല്ലോ, അതിന്റെ അടുത്തൊരു ചർച്ചുണ്ട്. അതിന്റെ തൊട്ടടുത്ത വളവിലെ മിസ്. ചാരുവിന്റെ വീട്ടിൽ ചെന്ന് കണ്ണു നിറച്ച് അവളെ ഒന്ന് കാണണം. കൊതി തീരുവോളം സംസാരിക്കണം. ചക്കിമോളെ, രണ്ടുരുള കൂടി കഴിച്ചാ മതി. എനിക്ക് വേണ്ട. മോളെ, പറയുന്നത് ഒന്ന് കേക്ക് മോളെ. ഇല്ല, ഞാൻ കഴിക്കില്ല. പൊന്നല്ലേ? എന്നെ നിക്ക് മോളെ. പിടിക്കേ. ഓ, എന്നെ പിടിക്കച്ചമ്മേ. ആ, എടി. എന്നെ പിടിക്കേ. മോളെ ഇങ്ങോട്ട് വാ. എന്നെ പിടിക്കച്ചമ്മേ. നിന്റെ കൊച്ചു പ്രായം, തുള്ളിച്ചാടാനൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവും. ആ, എനിക്ക് പ്രായമായില്ലേടി. അപ്പ കിളവിയെ പോലെ ഓടിയാ മതി, കുഴപ്പമില്ല. എടി പെണ്ണെ, നീ എന്നെ കിളവിന്ന് വിളിക്കുന്നോ? നിന്നെ ഞാൻ എന്നെ പിടിക്കേ. ഇവളെന്നെ കൊരങ്ങ പഠിപ്പിക്കാടാ. ഒരു വക അനുസരിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. എനിക്ക് വയ്യാണ്ടായി. അത് പിള്ളേരാവുമ്പോ കുറച്ച് കുറുമ്പൊക്കെ അവർക്ക് വേണ്ടേ? അത് ശരി. എന്നാ നിന്റെ പൊന്നു മോൾക്കേ നീ തന്നെ കൊടുത്താ മതി. എന്നെ കൊണ്ട് വയ്യ. മോം, കൊച്ചു പിള്ളേർക്ക് ആഹാരം കൊടുക്കുന്നത് ഒരു കലയാ. ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. ടക്കേന്ന് അവള് കഴിക്കുന്ന കണ്ടോ? നോക്കട്ടെ. ചക്കി വാ, വന്ന് കഴിച്ചേ. ഞാൻ വരില്ലല്ലോ അച്ഛാ. എന്റെ ചക്കര വാവയല്ലേ, എന്റെ തക്കട് മുത്തല്ലേ, ഒന്ന് വന്ന് കഴിക്കുമോളെ. ഞാൻ കഴിക്കില്ലല്ലോ. എന്നെങ്ങനെ നാണം കെടുത്തില്ലടാ. വാ, 2 ഉരുള കഴിച്ചാ മതി പ്ലീസ്. ചക്കി വാ, അവിടെ നിൽക്കേ മോളെ. മോളെ പ്ലീസ്. എന്റെ ചക്കി, എന്നെ കൊണ്ട് ഇനി വയ്യേ. എന്റെ ചക്കര പെണ്ണല്ലേ, ഒരു ഉരുള കഴിക്കേ. ആ, വെരി ഗുഡ്. ചക്കി മേഘനയുടെ മോളായിരിക്കൂ. മിഥുൻ പൊന്നായിരിക്കുന്നത് സ്വന്തം ചോരയെ തന്നെയാണോ? എന്നെ പിടിക്കേ. ചക്കി, ചക്കി അവിടെ നിൽക്കും, അവിടെ നിൽക്കാൻ. മഞ്ജരി, 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 നീ വരുന്ന വഴിയാണോ? നീ ഏത് ലോകത്താ? എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നതേ ഉള്ളൂ ആന്റി. എന്തു പറ്റി മഞ്ജരി? എന്താ വല്ലാണ്ടിരിക്കുന്നെ? എനിക്ക് മതി. ചക്കി അവിടെ നിൽക്കും.
ഹായ് മഞ്ജരി. ഹലോ. അമ്മ. മഞ്ജരി, മഞ്ജരി, ചക്കിമോളെ വേദനിച്ചു മോളെ ചക്കി, അച്ഛൻ നിനക്ക് ആഹാരം എടുത്തു തരും. അകത്തേക്ക് ചെല്ലടാ. കുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടെന്ന് അറിയില്ല നിനക്ക്. സോറി ആന്റി, അത് ഞാൻ എന്തോ ആലോചിച്ചോണ്ട്. നിന്റെ ദേഷ്യം കാണിക്കേണ്ട സ്ഥലമല്ല ഇത്. നിന്റെ അഹങ്കാരവും ഭ്രാന്തും ഒക്കെ എന്റെ മുമ്പിൽ കാണിക്കാനാണെങ്കിൽ നീ എന്റെ തനി സ്വരൂപം കാണും. അങ്ങനെയൊന്നും അല്ല ആന്റി. ഞാൻ വേണ്ട മഞ്ജരി, നീ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് നിന്റെ കഴുത്തിന് പിടിച്ച് നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. നിന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പാടില്ലാത്തത് എല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുക. മേഘന വീട് വിട്ടു പോവാൻ നീയാണ് കാരണം എന്ന് അറിഞ്ഞതിന് ശേഷവും എന്തുകൊണ്ടാ ഞാൻ നിന്നെ സഹിക്കുന്നതെന്നറിയോ? നിന്റെ അമ്മയുടെ മരണത്തിന് അറിഞ്ഞോ അറിയാതെയോ ഞാനന്ന് ഒരു കാരണമായല്ലോ എന്നുള്ള വിഷമം കൊണ്ടാ, ആ കുറ്റബോധം കൊണ്ട് മാത്രം നീ ഇവിടെ നിൽക്കുന്നത്. മിഥുന് നിന്നെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ എന്നും കരുതി. ഇത്രയും കൊല്ലങ്ങളായിട്ട് മിഥുന് വേണ്ടി കാത്തിരിക്കുന്ന നിനക്ക് നീതി കിട്ടിക്കോട്ടെ എന്ന് കരുതി. ആ സഹതാപം കൂടി ഇല്ലാതാക്കരുത്. പക്ഷെ നീ ഒരു കാര്യം മറക്കാതിരുന്ന കൊള്ളാം. ഇനി നീ വീട്ടിൽ കിടന്ന് ആള് കളിക്കാൻ ശ്രമിച്ചാലോ, മിഥുന്റെ മനസ്സിൽ നിന്നെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമില്ലെന്നറിഞ്ഞാലോ, ആ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് നിന്നെ അടിച്ച് പുറത്താക്കിയിരിക്കും ഞാൻ. നിനക്ക് ഓർമ്മയിരിക്കട്ടെ. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇത്ര വാശിയുണ്ടെങ്കിൽ അത് തകർക്കാനുള്ള ആയുധം എന്റെ കയ്യിലുണ്ട്. ഒരുപക്ഷെ മിഥുൻ ഒരിക്കലും എന്നെ കല്യാണം കഴിക്കില്ല എന്നുള്ള തീരുമാനം എടുത്താ ഞാൻ നിങ്ങളെ മാത്രമല്ല ഈ നന്ദൻ വംശത്തെ നശിപ്പിച്ച് നാറാണക്കല്ല് പറിക്കും. എന്റെ മമ്മിയുടെ ആക്സിഡന്റ് കേസ് വീണ്ടും കുത്തിപ്പൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരും. പിന്നെ നിങ്ങളെ ഞാൻ ജയിലിൽ കയറ്റിയിട്ടേ അടങ്ങും. അവിടം തൊട്ട് ഇങ്ങോട്ട് വിനാശം മാത്രമായിരിക്കും. നേരം വെളുത്തപ്പോ തന്നെ മേഘ ഇതെങ്ങോട്ടാ? അതും കാറെടുക്കാതെ നടന്നു പോകുന്നത് എന്തിനാ?
അത് ശരി, പർദ്ദ ഇട്ടിരിക്കുന്നത് മേഘയാണല്ലേ?